അൽകാട്രാസ് പ്രിസൺ എസ്കേപ്പ് 1962. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ ഒരു ചെറിയ ദ്വീപിലാണ് അൽകാട്രാസ് സ്ഥിതി ചെയ്തിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ എന്ന് ഇത് അറിയപ്പെട്ടിരുന്നു. തണുത്തുറഞ്ഞ വെള്ളവും ശക്തമായ തിരമാലകളും നിറഞ്ഞ കടലിനാൽ ചുറ്റപ്പെട്ട ഈ ജയിലിൽ നിന്ന് ആരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു അധികൃതരുടെ വിശ്വാസം. എന്നാൽ 1962 ജൂൺ 11 ഈ വിശ്വാസം 3 പേർ ചേർന്ന് തകർത്തു. ഈ സാഹസിക നീക്കത്തിന് പിന്നിൽ പ്രധാനമായും 4 പേരാണ് ഉണ്ടായിരുന്നത്. ഫ്രാങ്ക് മോറിസ്. ബുദ്ധിശക്തിയിൽ മുന്നിലായിരുന്ന ഇദ്ദേഹമാണ് രക്ഷപ്പെടലിന്റെ സൂത്രധാരൻ. ജോൺ ആംഗ്ലിൻസൺ ആൻഡ് ക്ലാരൻ ആംഗ്ലിൻസൺ സഹോദരങ്ങളായ ഇവർ ബാങ്ക് കവർച്ച കേസിലാണ് ജയിലിലായത്. വെള്ളത്തിൽ നീന്തുന്നതിലും നിർമ്മാണ ജോലികളിലും ഇവർ മിടുക്കരായിരുന്നു. അലൻ വെസ്റ്റ് ഇവർക്കൊപ്പം രക്ഷപ്പെടാൻ പദ്ധതിയിട്ട 4-ാം, എന്നാൽ അവസാന നിമിഷം ഇയാൾ പുറത്തെത്താൻ കഴിഞ്ഞില്ല. ഇനി ഈ 3 പേരുടെ ചില ജീവചരിത്രങ്ങൾ നോക്കാം. മോറിസ്. ഈ സംഘത്തിന്റെ തലച്ചോർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഫ്രാങ്ക് മോറിസ്. വാഷിംഗ്ടൺ DC-യിൽ ജനിച്ച് ഫ്രാങ്ക് മോറിസ് അനാഥനായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ പല വളർത്തുമൃഗങ്ങളുടെ കൂടെയും വീടുകളിലും ജുവനൈൽ ഹോമുകളിലുമാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ IQ നിലവാരം 133 ആയിരുന്നു. ഇത് ജനസംഖ്യയിലെ ഏറ്റവും ഉയർന്ന 2% ആളുകളുടെ ബുദ്ധിശക്തിയിൽ തുല്യമാണ്. മയക്കുമരുന്ന് കടത്ത്, ബാങ്ക് കവർച്ച വരെ പല കേസുകളിലും അദ്ദേഹം പ്രതിയായിരുന്നു. പല ജയിലിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരനായിരുന്നു ഫ്രാങ്ക്. അൽകാട്രാസ് പ്ലാനുകൾ കൃത്യമായി ഏകോപിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയായിരുന്നു. ഇനി ജോൺ ആംഗ്ലിൻസ്. ആംഗ്ലിൻസ് സഹോദരങ്ങളിൽ മൂത്തയാൾ. ജോർജിയയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ജോൺ ജനിച്ചത്. കുട്ടിക്കാലത്ത് മിഷിഗൺ തടാകത്തിലെ തണുത്ത വെള്ളത്തിൽ നീന്തി ശീലിച്ചവരായിരുന്നു ഇവർ. ഈ കഴിവാണ് അൽകാട്രാസ് ചുറ്റുമുള്ള കടൽ കടക്കാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നത്. തന്റെ സഹോദരൻ ക്ലാരൻസിനോട് വളരെ അടുത്ത ബന്ധമായിരുന്നു ജോണിന്. ഇവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത്. ആയുധങ്ങൾ ഉപയോഗിക്കാതെ ബാങ്ക് കവർച്ച നടത്തുക എന്നതായിരുന്നു ഇവരുടെ പ്രത്യേകമായ രീതി. ആളുകളെ ഉപദ്രവിക്കാൻ ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ക്ലാരൻ ആംഗ്ലിൻ ജോണിന്റെ ഇളയ സഹോദരനാണ്. ക്ലാരൻസും ജോണും ഒരുമിച്ചാണ് മിക്കവാറും എല്ലാ ജയിൽ ശിക്ഷയും അനുഭവിച്ചിരുന്നത്. തന്റെ സഹോദരനെ പോലെ തന്നെ ശാരീരികമായി വളരെ കരുത്തനായിരുന്നു ക്ലാരൻസ്. ഇവർ 2 പേരും പലതവണ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് അധികൃതർ ഇവരെ ഏറ്റവും സുരക്ഷിതമായ അൽകാട്രാസിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചാണ് ഇവർ ഫ്രാങ്ക് മോറിസിനെ പരിചയപ്പെടുന്നത്. അൽകാട്രാസ് ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടൽ പദ്ധതി കേവലം ഒരു ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങും എഞ്ചിനീയറിംഗ് ബുദ്ധിയും കാരണമാണ് സാധ്യമായത്. അൽകാട്രാസ് ജയിലിലെ സെല്ലുകൾക്ക് പിന്നിലൂടെ ഒരു ഇടുങ്ങിയ സർവീസ് ഇടനാഴി ഉണ്ടായിരുന്നു. സെല്ലിലെ വെന്റിലേഷൻ ഗ്രില്ലുകൾ മാറ്റിയാൽ ഈ ഇടനാഴിയിൽ എത്താമെന്ന് ഫ്രാങ്ക് മോറിസ് കണ്ടെത്തി. ഇതാണ് രക്ഷപ്പെടാനുള്ള ഏക വഴിയായി അവർ തിരഞ്ഞെടുത്തിരുന്നത്. സെല്ലിലെ കോൺക്രീറ്റ് ഭിത്തികൾ തുറക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രയാസമായിരുന്നത്. തൂണുകൾ, നാണയങ്ങൾ, കൂടാതെ ഒരു പഴയ വാക്യൂം ക്ലീനർ, മോട്ടോർ ഉപയോഗിച്ച് നിർമ്മിച്ച ഇലക്ട്രിക് ഗ്രിൽ എന്നിവ അവർ ഉപയോഗിച്ചു. മ്യൂസിക് സമയത്ത് തടവുകാർ ഉപകരണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനിടയിലാണ് അവർ ഭിത്തി തുരന്നിരുന്നത്. പകൽ സമയത്ത് തുരന്ന ഭാഗം പോയിന്റ് ചെയ്ത് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വെച്ച് അവർ ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ചു. രാത്രികാലങ്ങളിൽ ഗാർഡുകൾ ഓരോ സെല്ലുകളും നോക്കുമ്പോഴും ആരും സംശയിക്കാതിരിക്കാൻ അവർ നടത്തിയ നീക്കം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ടോയ്ലറ്റ് പേപ്പർ, സോപ്പ് എന്നിവ ചേർത്ത് അവർ 3 മനുഷ്യത്തലകൾ നിർമ്മിച്ചു. ജയിൽ ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച മുടി ഇതിൽ ഒട്ടിച്ചു വെച്ചു. ഇത് കമ്പിളി പുതപ്പിന് മുകളിൽ വെച്ചപ്പോൾ തടവുകാർ ഉറങ്ങുകയാണെന്നും ഗാർഡുകൾക്ക് തോന്നിയിട്ടുള്ളൂ. ജയിലിന് പുറത്തെത്തിയാൽ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ തണുത്തിറഞ്ഞ വെള്ളം കടക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. 50-ലധികം റെയിൻകോട്ടുകൾ മോഷ്ടിച്ച് അവ ഒട്ടിച്ച് 6x14 അടി വലുപ്പമുള്ള ചങ്ങാട നിർമ്മിച്ചു. കാറ്റ് നിറയ്ക്കാൻ റിങ്ങുകൾ ഉപയോഗിച്ചു. പ്ലൈവുഡ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് അവർ തടിതുഴകൾ നിർമ്മിച്ചു. ജൂൺ 11 രാത്രി അവർ നടത്തിയ യാത്രയുടെ ക്രമം ഇങ്ങനെയാണ്. വെന്റിലേഷൻ തുളകളിലെ പിന്നിലെ സർവീസ് ഇടനാഴിയിലേക്ക് കടന്നു. പൈപ്പുകൾ വഴി വലിഞ്ഞു കയറി ജയിലിന്റെ മേൽക്കൂരയിലെത്തി. അടുക്കളയിലെ വെന്റിലേഷൻ പൈപ്പ് വഴി താഴേക്ക് നിലത്തെത്തി. 12 അടി ഉയരമുള്ള 2 കമ്പിവേലികൾ ചാടിക്കടന്ന് വടക്ക് കിഴക്കൻ തീരത്തെത്തുകയായിരുന്നു. രാത്രി 10 മണിയോടെ അവർ ചങ്ങാടം വെള്ളത്തിലിറക്കി യാത്ര തിരിച്ചു. പിറ്റേന്ന്
രാവിലെ 7:15 നടന്ന റോൾ കോളിലാണ് തടവുകാരെ കാണാനില്ലെന്ന് ഗാർഡുകൾ അറിഞ്ഞത്. തടവുകാരുടെ കിടക്കയിലുണ്ടായിരുന്ന ഡമ്മി തലകൾ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ ജയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും FBI-യുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പരിശോധനയിൽ ജയിലിന്റെ ശോചനാവസ്ഥ അധികൃതർ ബോധ്യപ്പെട്ടു. കടൽക്കാറ്റും ഉപ്പുവെള്ളവും കാരണം ജയിലിലെ കോൺക്രീറ്റ് ഭിത്തികൾക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നു. ഇതാണ് തടവുകാർക്ക് ഭിത്തി തുറക്കാൻ എളുപ്പമായിരുന്നത്. പല വെന്റിലേഷൻ ഗ്രില്ലുകളിലും തുരുമ്പിച്ച നിലയിലായിരുന്നു. ഈ സംഭവത്തിന് കൃത്യം 1 വർഷത്തിന് ശേഷമാണ് 1963 മാർച്ച് 21 അൽക്കാട്രസ് ജയിൽ എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. സുരക്ഷാ ഭീഷണി. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അൽക്കാട്രസിന്റെ ഖ്യാതി ഈ സംഭവത്തോടെ ഇല്ലാതായി. ഭീമമായ ചെലവായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. മറ്റു ജയിലുകളെ അപേക്ഷിച്ച് അൽക്കാട്രസ് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ചെലവായിരുന്നു. ഭക്ഷണവും വെള്ളവും പോലും കരയിൽ നിന്ന് കപ്പൽ വഴി എത്തിക്കണമായിരുന്നു. ഈ സംഭവത്തിനു ശേഷം അമേരിക്കൻ ജയിൽ വകുപ്പ് തടവുകാരെ നിരീക്ഷണ സംവിധാനങ്ങൾ പരിഷ്കരിച്ചു. ജയിലുകളുടെ നിർമ്മാണത്തിന് കൂടുതൽ ബലമുള്ള സ്റ്റീലുകൾ, ഗ്രില്ലുകൾ, സെൻസറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. തടവുകാരെ എണ്ണുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തി. ജയിൽ അടച്ചുപൂട്ടിയെങ്കിലും അൽക്കാട്രസിനോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിച്ചു. 1973 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇത് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു നാഷണൽ പാർക്കായി ഇതിപ്പോൾ മാറി. ഫ്രാങ്ക് മോറിസും സംഘവും തുറന്ന ആ സെല്ലുകൾ ഇന്നും അവിടെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇവരെ കുറിച്ച് പിന്നീട് ലഭിച്ച ചില നിർണായക വിവരങ്ങൾ അവർ മരിച്ചുപോയി എന്നായിരുന്നു ഔദ്യോഗിക റിപ്പോർട്ടെങ്കിലും പിന്നീട് പല തെളിവുകളും പുറത്തുവന്നു. 1975 ആംഗ്ലിൻ സഹോദരങ്ങളുടെ ഒരു സുഹൃത്ത് ബ്രസീലിൽ വെച്ച് എടുത്തതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഫോട്ടോ 2015 പുറത്തു വന്നു. അതിൽ കാണുന്ന 2 വ്യക്തികൾക്ക് ജോണിനെയും ക്ലാരിനെയും അത്ഭുതകരമായി സാമ്യമുണ്ടായിരുന്നു. കുടുംബത്തിന് ലഭിച്ച കാർഡുകളിനെ പറ്റി ഇനി പറയാം. രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യ വർഷം തന്നെ ആംഗ്ലിൻ സഹോദരങ്ങളുടെ അമ്മയ്ക്ക് ഒപ്പില്ലാത്ത ക്രിസ്മസ് കാർഡുകൾ ലഭിച്ചിരുന്നു. ഇത് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ തെളിവായി പലരും കരുതപ്പെടുന്നു. ജോൺ ആംഗ്ലിൻ എഴുതിയതെന്ന് അവകാശപ്പെടുന്ന ഒരു കത്ത് സാൻ ഫ്രാൻസിസ്കോ പോലീസിന് ലഭിച്ചിരുന്നു. തങ്ങൾക്ക് 80 വയസ്സ് കഴിഞ്ഞുവെന്നും ക്യാൻസർ ബാധിതനാണെന്നും ചികിത്സ നൽകുകയാണ് എങ്കിൽ ജയിലിൽ തിരികെ വരാം എന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. എന്നാൽ ഇതിന്റെ ആധികാരികത FBI സ്വീകരിച്ചില്ല. ഇന്നും ഈ 3 പേരും അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ 90 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കും. ഈ രക്ഷപ്പെടൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അൽക്കാട്രസ് ഇന്നും സജീവമായി തുടരുമായിരുന്നു. എന്നാൽ ആ 3 പേരുടെ സാഹസികത ആ വിഖ്യാതമായ തടവറയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. ഈ രക്ഷപ്പെടൽ പാറ്റേൺ വിജയിക്കാൻ പ്രധാന കാരണം അച്ചടക്കമായിരുന്നു. ഓരോ ദിവസവും ഗാർഡുകളുടെ പരിശോധനാ സമയം കൃത്യമായി മനസ്സിലാക്കി. അവർക്ക് പിടികൊടുക്കാതെ മാസങ്ങളോളം ഒരേ പ്ലാൻ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചു. ഈ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടമാക്കുന്നത്.